വീണ്ടെടുത്ത് സർക്കാർ പൂർത്തീകരിച്ചു. അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം, കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി, സിറ്റി ഗ്യാസ് വിതരണ പദ്ധതി, IT കോറിഡോർ, പുതുവൈപ്പിൻ LPG ടെർമിനൽ, മലയോര ഹൈവേ, കോസ്റ്റൽ ഹൈവേ, വയനാട് തുരങ്കപാത, K4, കൊച്ചി വാട്ടർ മെട്രോ, പശ്ചിമതീര കനാൽ വികസന പദ്ധതി, തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ്, ഡിജിറ്റൽ സയൻസ് പാർക്ക്, ഇങ്ങനെ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന നിരവധി വൻ പദ്ധതികൾ, ചിലത് യാഥാർത്ഥ്യമായി, ചിലത് നല്ല പുരോഗതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. സർക്കാർ മേഖലയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി സുതാര്യമായി നിയമനം നടത്തുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കുക. പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയുള്ള രാജ്യത്തെ ആകെ നിയമനങ്ങളിൽ 42% കേരളത്തിൽ നിന്നാണെന്ന് UPSC റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2016 മുതൽ ഇന്ന് വരെ കേരളത്തിലെ 2,80,934 ഉദ്യോഗാർത്ഥികൾക്ക് PSC വഴി നിയമനം നൽകിയിട്ടുണ്ട്. ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ 2025 മാർച്ച് വരെ 4,51,631 വീടുകൾ പൂർത്തീകരിച്ച് നൽകാനായിട്ടുണ്ട്. പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത രീതിയിൽ ബാക്കിയുള്ള വീടുകളും പൂർത്തീകരണത്തിന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ 4,956,000 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. ഇതിൽ 2,23,945 പട്ടയങ്ങൾ 2021 ശേഷം വിതരണം ചെയ്ത പട്ടയങ്ങളാണ്. അടുത്തൊരു വർഷം കൊണ്ട് 1,00,000 കൂടി വിതരണം ചെയ്യാനാകുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മലയോര മേഖലയിലെ ജനതയ്ക്ക് ലഭ്യമായ ഭൂമിയുടെ വിനിയോഗ നിയമത്തിലും ചട്ടത്തിലും ലഘൂകരണം നടത്താനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ്. ഇതിന് ആവശ്യമായ നിയമ ഭേദഗതി പാസാക്കിയിട്ടുണ്ട്. നീതി ആയോഗിൻ്റെ കണക്കുകൾ പ്രകാരം അഖിലേന്ത്യാ തലത്തിൽ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ജനസംഖ്യയുടെ 11.28% ദാരിദ്ര്യബാധിതരാണെങ്കിൽ കേരളത്തിൽ ഈ സംഖ്യ 0.48% മാത്രമാണ്. സർക്കാർ സാമൂഹ്യ മേഖലകളിൽ ജനപങ്കാളിത്തത്തോടെ നടത്തുന്ന ശക്തമായ ഇടപെടലുകളുടെ ഫലമായാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ ബഹുമുഖ ദാരിദ്ര്യ സൂചികയുള്ള സംസ്ഥാനമായി തീരാൻ കേരളത്തിന് കഴിഞ്ഞു. കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. വിപുലമായ സർവേയുടെ അടിസ്ഥാനത്തിൽ 64,006 കുടുംബങ്ങൾ അതിദരിദ്രരാണെന്ന് കണ്ടെത്തുകയും അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായി 59,707 കുടുംബങ്ങളെ 79.22% അതിദാരിദ്ര്യമുക്തരാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായും അതിദാരിദ്ര്യമുക്തമാക്കുക, സംസ്ഥാനമാകെ അതിദാരിദ്ര്യമുക്തമാവുക, ഇതാണ് നാം ഉദ്ദേശിക്കുന്നത്. അത് വരുന്ന നവംബർ 1 യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നതാണ്.
നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ നേരത്തെ 600 രൂപയായിരുന്നു. ആ കാലത്ത് 2016 സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 18 മാസത്തോളം കുടിശ്ശികയുണ്ടായിരുന്നു. ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്ത് തുടർന്ന് 600-ൽ നിന്ന് വർധനവ് 1600-ലേക്കായി. ഇപ്പോൾ 60 ലക്ഷം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി നൽകി വരികയാണ്. നമ്മുടെ പൊതുജനാരോഗ്യ രംഗം വളരെ മെച്ചപ്പെട്ട ഒരു രംഗമായിട്ടാണ് പൊതുവെ കണക്കാക്കിയത്. പക്ഷേ 2016 പൊതുജനാരോഗ്യ സംവിധാനം വല്ലാതെ തകർന്ന അവസ്ഥയിലായിരുന്നു. ആ മേഖലയെ ആധുനിക സംവിധാനങ്ങളോടെ രോഗി സൗഹൃദമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്തെ 886 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്താനാണ് ലക്ഷ്യമിട്ടത്. 674 എണ്ണം ഇതിനകം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് 5000-ത്തിലധികം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും സജ്ജമായിട്ടുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ജില്ലാ ജനറൽ ആശുപത്രികളിൽ ലഭ്യമാക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ജില്ലാ ആശുപത്രികളിലും കാത്ത് ലാബും ഇൻറ്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റും ആരംഭിക്കാനായി. താലൂക്ക് ആശുപത്രികളിൽ 44 അധിക ഡയാലിസിസ് യൂണിറ്റുകളാണ് ലഭ്യമാക്കിയത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം 43 ലക്ഷം കുടുംബങ്ങളിലെ 73 ലക്ഷം ആളുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകി വരികയാണ്. കോവിഡിനെതിരെ ശക്തവും ശാസ്ത്രീയവുമായ പ്രതിരോധമാണ് തീർത്തത്. ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ടായി. ഇതെല്ലാം ചെയ്തതിലൂടെ മരണനിരക്ക് നല്ല തോതിൽ കുറക്കാൻ സാധിച്ചു. കോവിഡ് മരണങ്ങൾ ഏറ്റവും കൃത്യമായി രാജ്യത്ത് രേഖപ്പെടുത്തിയത് കേരളമായിരുന്നു എന്നതും പുറത്തു വന്നു കഴിഞ്ഞു. കഴിഞ്ഞ 3 വർഷങ്ങളിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളത്തിനാണ് ലഭിച്ചത്. 4 വർഷം കൊണ്ട് 7000 കോടിയിലധികം രൂപയുടെ സൗജന്യ ചികിത്സയാണ് കേരളത്തിൽ നൽകിയത്. അപൂർവ രോഗപരിചരണത്തിനായി കെയർ പദ്ധതി നടപ്പിലാക്കി. സമഗ്ര പാലിയേറ്റീവ് പരിചരണത്തിനായി കേരള കെയർ പാലിയേറ്റീവ് കെയർ ഗ്രിഡ് സ്ഥാപിക്കാനും കഴിഞ്ഞു. വാർഡ് തലത്തിൽ 5409 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് ആരംഭിച്ചത്. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളുണ്ട്. അതോടൊപ്പം 36 തരം മരുന്നുകൾ, 10 ലാബ് പരിശോധനകൾ, ലഘു രോഗങ്ങളുടെ ചികിത്സ ഇവയെല്ലാം ലഭ്യമാണ്. 2 മെഡിക്കൽ കോളേജുകളും സർക്കാർ അനുബന്ധ മേഖലയിൽ 15 നഴ്സിംഗ് കോളേജുകളും ഈ കാലയളവിൽ ആരംഭിച്ചു. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ ആദ്യമായി ദേശീയ റാങ്കിംഗ് പട്ടികയിൽ ഉൾപ്പെട്ടു. മെഡിക്കൽ നഴ്സിംഗ് സീറ്റുകൾ ഗണ്യമായി വർദ്ധിപ്പിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ രംഗത്ത്
അക്കാദമിക് രംഗത്ത് സമാനതകളില്ലാത്ത ഇടപെടലുകളാണ് കഴിഞ്ഞ 9 വർഷമായി സംസ്ഥാന സർക്കാർ നടത്തി വരുന്നത്. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മാത്രം 5000 കോടിയോളം രൂപ ഇതിനോടകം അനുവദിച്ചിട്ടുണ്ട്. 5 കോടി രൂപ ചെലവിൽ 141 സ്കൂൾ കെട്ടിടങ്ങൾ നവീകരിക്കാനായിരുന്നു പരിപാടി. അവയിൽ 139 എണ്ണം പൂർത്തിയായി. 3 കോടി രൂപ ചെലവിൽ 386 സ്കൂൾ കെട്ടിടങ്ങൾ നവീകരിക്കുക. അവയിൽ 179 എണ്ണം പൂർത്തിയായിട്ടുണ്ട്. 1 കോടി രൂപ ചെലവിൽ നവീകരിക്കുന്ന 446 സ്കൂൾ കെട്ടിടങ്ങളിൽ 195 എണ്ണം പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ ആകെ 973 സ്കൂൾ കെട്ടിടങ്ങൾ അനുവദിച്ചതിൽ 513 എണ്ണവും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 50,000-ലധികം ക്ലാസ് മുറികളാണ് ഹൈടെക്കായി മാറ്റിയത്. സ്കൂളുകളിൽ ടിങ്കറിംഗ് ലാബ്, റോബോട്ടിക് ലാബുകൾ ഇവയെല്ലാം സജ്ജീകരിച്ചു. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് പരിശീലനം നൽകുന്ന ആദ്യ സംസ്ഥാനമായി കേരളം. ആദ്യത്തെ കേരളത്തിൽ നിന്നുള്ളവയാണ്. 9ാമത് കേരള യൂണിവേഴ്സിറ്റി, 11ാമത് ഗാന്ധി യൂണിവേഴ്സിറ്റി, 43ാമത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. നമ്മുടെ മികച്ച കോളേജുകളെടുത്താൽ ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ കേരളത്തിലുള്ള 16 കോളേജുകളുണ്ട്. NIRF റാങ്കിങ്ങിൽ രാജ്യത്തെ മികച്ച 200 കോളേജുകളിൽ 42 എണ്ണം കേരളത്തിൽ നിന്നുള്ളവയാണ്. സർവകലാശാലയിലെ ഗവേഷണ ഫലങ്ങൾ സാമൂഹ്യാവശ്യത്തിന് ഉപയോഗപ്പെടുത്തുന്നതിനായി ട്രാൻസ്ലേഷൻ ലാബുകൾ ഈ ഘട്ടത്തിലാണ് ആരംഭിക്കാൻ നമുക്കായത്. നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകൾ, കൈരളി റിസർച്ച് അവാർഡുകൾ ഇവയെല്ലാം ഏർപ്പെടുത്തി നാടിന് ഗുണകരമാകുന്ന ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ശ്രമങ്ങൾ നടത്തുകയാണ്. അതിനെല്ലാം ഉപരിയായി ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിച്ചു. അതിൻ്റെ ശുപാർശകൾ നടപ്പാക്കുകയും ചെയ്തു. ഭാവിയിൽ കേരളത്തെ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായി പരിവർത്തിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വികസനം. ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും മികച്ച പുരോഗതി കൈവരിക്കാൻ ഈ കാലയളവിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 7.5 വർഷത്തിനിടയിൽ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഡിജിറ്റൽ സയൻസ് പാർക്ക്, ഗ്രഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ തുടങ്ങിയവ യാഥാർത്ഥ്യമാക്കാൻ കഴിയും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയും യാഥാർത്ഥ്യമാക്കാനായി. ഇൻ്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ജിനോം ഡാറ്റാ സെൻറ്റർ, മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം ഇവയെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. K-ഫോൺ പദ്ധതിയിലൂടെ വീടുകളിലും സർക്കാർ ഓഫീസുകളിലും ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്നു. K-ഫോൺ കണക്ഷൻ 1,00,000 എന്ന നമ്പറിലേക്ക് എത്തുകയാണ്. ആധുനികമായ എല്ലാ കാഴ്ചപ്പാടുകളെയും സ്വാംശീകരിച്ചുകൊണ്ടുള്ള വൈജ്ഞാനിക കുതിപ്പാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നിലവിൽ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക് എന്നിവിടങ്ങളിലായി 1,49,200 പേർ തൊഴിലെടുക്കുന്നുണ്ട്. 2016 മുതൽ ഇതുവരെ 66,000-ഓളം തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. 2016 കേരളത്തിലെ IT പാർക്കുകളിലെ കമ്പനികളുടെ എണ്ണം 702 ഇന്നത് 1,156 വർദ്ധിച്ചു. കേരളത്തിൽ നിന്നുള്ള ആകെ IT കയറ്റുമതി 2016 34,123 കോടി രൂപയുടേതായിരുന്നു. ഇന്നത്
90,000 കോടി രൂപയായി വർദ്ധിച്ചു. 2016 155.85 ലക്ഷം ചതുരശ്രടി ബിൽറ്റപ്പ് സ്പേസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 223 ലക്ഷം ചതുരശ്രടിയായി വർദ്ധിപ്പിക്കാൻ കഴിയും. 2019-21 കാലയളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2021-23 കാലയളവിൽ സംസ്ഥാനം സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ മൂല്യത്തിൽ 254% വർധനവ് കൈവരിച്ചു എന്നാണ് സ്റ്റാർട്ടപ്പ് ജനോം റിപ്പോർട്ടിൽ പറയുന്നത്. 2016 വരെ വെറും 300 സ്റ്റാർട്ടപ്പുകൾ മാത്രമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് കണക്കനുസരിച്ച് സംസ്ഥാനത്ത് മൊത്തം സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 6,400. 63,000-ൽ പരം തൊഴിലവസരങ്ങൾ ഇതുവഴി സൃഷ്ടിക്കാനായി. 2016 അവസാനത്തിൽ കേവലം 50 കോടിയിൽ നിന്ന സ്റ്റാർട്ടപ്പ് നിക്ഷേപം 2024 ആകുമ്പോൾ 5,800 കോടി രൂപയായി മാറി. 2026 15,000 സ്റ്റാർട്ടപ്പുകളും 1 ലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 2022-23 മുതൽ സംരംഭകത്വ പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായി 3,53,133 പുതിയ സംരംഭങ്ങളാണ് സംസ്ഥാനത്ത് ആരംഭിച്ചത്. അവയിൽ 22,688 കോടി രൂപയുടെ നിക്ഷേപം വന്നു. 7,49,712 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി. സംസ്ഥാന സർക്കാരിൻ്റെ ഈ പരിപാടി മികച്ചതാണെന്ന് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസ് എന്നാണ് കേന്ദ്ര സർക്കാർ വിശേഷിപ്പിച്ചത്. വ്യവസായ സംരംഭകർക്ക് ചുവപ്പ് നാടയുടെ തടസ്സങ്ങൾ ഉണ്ടാകരുതെന്ന കാര്യത്തിൽ സർക്കാരിന് നിർബന്ധമുണ്ട്. ഇതിനായി നിയമങ്ങളും ചട്ടങ്ങളും ലഘൂകരിച്ചു. ഇത് തുടരുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളം 1ാമത് നിൽക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഏകദേശം 92,000 കോടി രൂപയുടെ നിക്ഷേപം വന്നതായാണ് MSME എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ റിപ്പോർട്ട് പറയുന്നത്. അതിൽ 33,815 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയാക്കുകയുണ്ടായി. 5 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. മുടങ്ങിക്കിടന്ന 12,240 കോടി രൂപയുടെ പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കാനുമായി. ഈ മേഖലയിലെ ഏറ്റവും പ്രധാന നേട്ടം വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ വന്ന മാറ്റമാണ്. വ്യവസായങ്ങളോട് സൗഹൃദപൂർണമല്ലാത്ത നയം സ്വീകരിക്കുന്ന ദുഷ്പേര് തിരുത്തി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രാജ്യത്ത് 1ാം സ്ഥാനത്തെത്തുന്ന നിലയിലേക്ക് വ്യവസായ മേഖലയെ വളർത്താനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ K-SWIFT എന്ന സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സംവിധാനത്തിൻ്റെയും വ്യവസായ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്താനുള്ള K-SIS എന്ന ഓൺലൈൻ സംവിധാനത്തിൻ്റെയും ഒക്കെ ഫലം ഈ നേട്ടത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കാർഷിക മേഖല വളർച്ച രേഖപ്പെടുത്തിയ ഒരു കാലമാണിത്. നെല്ലിൻ്റെ ഉൽപാദനക്ഷമത ഹെക്ടറിന് 4.56 ടണ്ണായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും. പച്ചക്കറി ഉൽപാദനം നേരത്തെ 7 ലക്ഷം മെട്രിക് ടണ്ണായിരുന്നു. ഇപ്പോഴത് 17,20,000 മെട്രിക് ടണ്ണാണ്. കാർഷിക മൂല്യവർദ്ധനവ് ലക്ഷ്യം വെച്ചുള്ള വിവിധ പാർക്കുകൾക്ക് തുടക്കം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്ത് ആദ്യമായി പച്ചക്കറികൾക്കും പഴങ്ങൾക്കും താങ്ങുവില ഏർപ്പെടുത്തുന്ന സംസ്ഥാനമായും കേരളം മാറുകയുണ്ടായി. പൊതുവില സമ്പ്രദായം ശക്തിപ്പെടുത്തിയതുകൊണ്ടാണ് നമ്മുടെ കേരളം ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി മാറിയത്. UDF സർക്കാർ 5,242 കോടി രൂപയാണ് പൊതുവിതരണത്തിന് നീക്കിവെച്ചിരുന്നത്. 5 വർഷം കൊണ്ട് കഴിഞ്ഞ LDF സർക്കാർ 2016 തൊട്ട് 2021 വരെയുള്ള ആ ഘട്ടത്തിൽ
10,697 കോടി രൂപയാണ് ഈ ഇനത്തിൽ ചെലവ് ചെയ്തത്. $5,242, 10,697, ഇപ്പോൾ ഇരട്ടിത്തുക. 2024 വരെയുള്ള കണക്കെടുത്താൽ അത് 14,000 കോടിയോളം രൂപയായിരുന്നു. വിപണി ഇടപെടലിന് മാത്രമായി സംസ്ഥാന സർക്കാർ വിവിധ മാർഗങ്ങളിലൂടെ 2024 വരെ 14,000 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. NSOയുടെ കണക്ക് പ്രകാരം രാജ്യത്ത് ഏറ്റവും കുറവ് വിലക്കയറ്റമുള്ള സംസ്ഥാനമാണ് കേരളം. ജനക്ഷേമ നടപടികളിലൂടെ വിപണിയിൽ കൃത്യമായി ഇടപെടുന്നതുകൊണ്ടാണ് കേരളത്തിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തപ്പെട്ടത്. ഈ സർക്കാരിൻ്റെ ആദ്യത്തെ 3 വർഷ കാലയളവിൽ മാത്രം 99 സപ്ലൈകോ വിതരണശാലകളാണ് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവന നൽകുന്ന ടൂറിസം മേഖലയും പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. കഴിഞ്ഞ വർഷം 2.25 കോടിയോളം ആഭ്യന്തര വിനോദസഞ്ചാരികൾ കേരളത്തിലേക്ക് വന്നു. 7.5 ലക്ഷത്തോളം വിദേശ വിനോദസഞ്ചാരികളും കേരളം സന്ദർശിച്ചു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് സഞ്ചാരികൾക്കിടയിലുണ്ടാകുന്ന സ്വീകാര്യതയാണ്. അഡ്വഞ്ചർ ടൂറിസം, സിനി ടൂറിസം, കാരവൻ ടൂറിസം, ഉത്തരവാദിത്വ ടൂറിസം, ഇങ്ങനെ പുതുവഴികളിലൂടെ നാം മുന്നേറുകയാണ്. ഏതൊരു സമൂഹത്തിനും ഏറ്റവും പ്രധാനമാണ് സമാധാനപൂർണമായ ജീവിതം. ഭദ്രമായ ക്രമസമാധാന നിലയും വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും ഇല്ലാത്ത സമാധാനപൂർണമായ സാമൂഹിക ജീവിതവും സംസ്ഥാനത്ത് ഉറപ്പാക്കാനായിട്ടുണ്ട്. സൈബർ കേസുകൾ ഉൾപ്പെടെ അന്വേഷിച്ച് പ്രതികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ സാധിക്കും വിധം മികവുറ്റ ശാസ്ത്രീയ അന്വേഷണ സംവിധാനങ്ങളും കാര്യപ്രാപ്തിയും നമ്മുടെ പോലീസ് സേനക്ക് ആർജിക്കാനായിട്ടുണ്ട്. വയനാട് ചുവരുമലയിലുണ്ടായ ഉരുൾപൊട്ടൽ നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമാണ്. ഒരു നിമിഷം പോലും വൈകാതെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞു. അടിയന്തര സഹായങ്ങൾ എത്തിക്കുന്നതിൽ നടത്തിയ ഇടപെടലുകൾ മാതൃകാപരമായി. എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്തു. തുടർന്ന് അവർക്ക് ജീവനോപാധി അടക്കമുള്ള എല്ലാ സഹായങ്ങളും നൽകാനും കഴിയും. വീട് നഷ്ടപ്പെട്ടവർക്ക് ഒന്നിച്ച് താമസിക്കാൻ സൗകര്യമൊരുക്കണം എന്ന ദുരന്തബാധിതരുടെ ആവശ്യം അംഗീകരിച്ചാണ് ടൗൺഷിപ്പ് പദ്ധതി പ്രഖ്യാപിച്ചത്. പദ്ധതിക്ക് 351 കോടി രൂപയുടെ അനുമതി നൽകിയിട്ടുണ്ട്. നിർമ്മാണ പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. മാതൃകാ വീടിൻ്റെ വാർപ്പ് മെയ് 17 പൂർത്തിയായി. ആദ്യ സോണിൽ ഉൾപ്പെട്ട 27 വീടുകളുടെ ഫൗണ്ടേഷനും പൂർത്തിയായിട്ടുണ്ട്. ആകെ 410 വീടുകളാണ് മാതൃക പുനരധിവാസ ടൗൺഷിപ്പിൽ ഉയരുക. ഇതിനു പുറമെ ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന റോഡ് പ്രവൃത്തികൾക്ക് 57 കോടി, റോഡ് പ്രവൃത്തികൾക്ക് 87 കോടി, പുന്നപ്പുഴയിൽ അടിഞ്ഞ ദുരന്താവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ആദ്യഘട്ടത്തിൽ 65 കോടി, ദുരന്തത്തിൽ തകർന്ന ചുവരുമല അട്ടമല റോഡ് നിർമ്മാണത്തിന് 38 കോടി, ഇത്രയും ഭരണാനുമതികളും നൽകിയിട്ടുണ്ട്. പ്രതിസന്ധികളിൽ ഉലിയാതെ നിന്ന് നാടിനായി നിലകൊണ്ട LDF സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമാണ് 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ നിരത്തിവെക്കാനുള്ള നേട്ടങ്ങളെന്ന് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. മാനവികതയും സാഹോദര്യവും ഉയർത്തിപ്പിടിച്ച് ഒറ്റക്കെട്ടായി ജനങ്ങൾ സർക്കാരിനൊപ്പം നിന്നു. ഒട്ടും അനായാസമായിരുന്നില്ല ഈ യാത്ര. അനേകം പ്രതിബന്ധങ്ങൾ നമുക്ക് മുന്നിലുണ്ടായിരുന്നു. പ്രളയങ്ങളായും മഹാമാരികളായും
അവയാഞ്ഞടിച്ചു. പതറാതെ സ്ഥൈര്യത്തോടെ ജനങ്ങളോടൊപ്പം സർക്കാരും അവയെ നേരിട്ടു. എന്നാൽ ആ ഘട്ടങ്ങളിൽ പോലും കേരളത്തിനെതിരെ നിന്ന ചില ശക്തികളുണ്ടായിരുന്നു എന്നത് നാം തിരിച്ചറിയണം. അവർ ഈ നാടിനെയും സർക്കാരിനെയും ഒറ്റപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തു. ദേശീയ തലത്തിൽ പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിയപ്പോഴും 2016-17 മുതൽ സംസ്ഥാന തലത്തിൽ കേരളം 13ാം പഞ്ചവത്സര പദ്ധതി വിജയകരമായി നടപ്പാക്കി. 14ാം പഞ്ചവത്സര പദ്ധതി ഇപ്പോൾ നടന്നു വരികയാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായ വാർഷിക പദ്ധതി മുരടിച്ചു എന്ന ആരോപണങ്ങളാണ് കഴിഞ്ഞ വർഷം വ്യാപകമായി ഉയർന്നത്. എന്നാൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കായുള്ള വാർഷിക പദ്ധതിയുടെ വകയിരുത്തൽ 110% യഥാർത്ഥ ചെലവ്. മൊത്തം സംസ്ഥാന പദ്ധതിയുടെ അടങ്കലിൻ്റെ 96% ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ നയങ്ങൾ കാരണം സൃഷ്ടിക്കപ്പെട്ട സാമ്പത്തികത്തിനിടയിലും തനത് വരുമാനം വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച ഫലപ്രദമായ നടപടികളാണ് പദ്ധതി ചെലവ് കാര്യക്ഷമമായി നിർവഹിക്കാൻ കാരണമായത്. കോവിഡ് മഹാമാരി കാരണമുണ്ടായ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിൻ്റെ തനത് നികുതി വരുമാനം 2021 ശേഷം 2024-25 71.66% ഉയർന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ ആകെ റവന്യൂ വരുമാനത്തിൽ തനത് റവന്യൂ വരുമാനത്തിൻ്റെ പങ്ക് 2023-24 ചെയ്ത കണക്കുപ്രകാരം 72.84%. 2015-16 ഇത് 68.69% മാത്രമായിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ റവന്യൂ പരിശ്രമത്തിൻ്റെ കാര്യക്ഷമതയാണ് ഈ കണക്ക് വെളിവാക്കുന്നത്. GST വകുപ്പിൽ ഫേസ്ലെസ് അഡ്ജുഡിക്കേഷൻ നടപ്പിൽ വരുത്തും. ഒരു നികുതിദായകൻ്റെ റിട്ടേൺ കമ്പ്യൂട്ടർ വഴി നികുതി ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന സമ്പ്രദായമാണ്. നികുതിദായകൻ റിട്ടേൺ പരിശോധനയ്ക്കായി ഒരു പ്രത്യേക ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ സ്ഥിരമായി ഹാജരാകേണ്ടി വരും. കാര്യക്ഷമവും അഴിമതിരഹിതവുമായ നികുതികരണം ഉറപ്പാക്കാൻ ഇതുവഴി സാധ്യമാണ്. GST വകുപ്പിൻ്റെ പുനഃസംഘടന 2023 പൂർത്തീകരിച്ചു. GST ഇൻ്റലിജൻസിലും എൻഫോഴ്സ്മെൻറ്റിലും GST കൗൺസിലിൻ്റെ റാങ്കിംഗ് പ്രകാരം കേരളത്തിന് സംസ്ഥാനങ്ങൾക്കിടയിൽ 1ാം സ്ഥാനമാണ്. GST രജിസ്ട്രേഷൻ ഏറ്റവും വേഗത്തിൽ നൽകുന്ന സംസ്ഥാനവും കേരളമാണ് റാങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്തർ സംസ്ഥാന ചരക്ക് സേവന വിനിമയത്തിൽ കേരളത്തിന് ലഭിക്കാനുള്ള നികുതി ഉറപ്പാക്കാൻ ആവശ്യമായ ഈ ഇൻവോയ്സിംഗ് സാർവത്രികമാക്കാൻ കേരളം GST കൗൺസിലിൽ കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. 2020-21 കോവിഡ് മഹാമാരിയുടെ ഫലമായി ഗുരുതരമായ സാമ്പത്തിക പ്രത്യാഘാതമാണ് ലോകത്താകമാനമുണ്ടായത്. അതിൻ്റെ പ്രതിഫലനം രാജ്യത്തും കേരളത്തിലും സ്വാഭാവികമായുമുണ്ട്. എന്നാൽ തനത് വരുമാനം വർദ്ധിപ്പിച്ചും ചെലവുകൾ കുറച്ചും കേരളത്തിൻ്റെ കടം ആഭ്യന്തര വരുമാനത്തിൻ്റെ അനുപാതത്തിൽ 4% കുറവ് 2021-22 മുതൽ വരുത്താനായി. 38% നിന്ന് 34%-ലേക്കുള്ള കുറവ്. അപ്പോൾ കടക്കണി പ്രചാരകർ ഇത് കണ്ടതായി ഭാവിക്കാതെ വ്യാജ പ്രചരണങ്ങൾ തുടരുകയാണ്. പ്രതിസന്ധികളെല്ലാം മറികടന്ന് കേരളം കുതിക്കുകയാണ്. നീതി ആയോഗിൻ്റെ ദേശീയ മൾട്ടി ഡയമെൻഷണൽ ദാരിദ്ര്യ സൂചികയിൽ കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം. നീതി ആയോഗ് തയ്യാറാക്കിയ സുസ്ഥിര വികസന സൂചികകൾ പ്രകാരം രാജ്യത്തെ 1ാമത്തെ സംസ്ഥാനം. 2021 പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ 1ാം സ്ഥാനം. കേരള വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ മികവിൻ്റെ സൂചികയിൽ 1ാം സ്ഥാനം. നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയിൽ 1ാം സ്ഥാനം. ഏറ്റവും കൂടുതൽ
സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ മന്ദൻ പുരസ്കാരം ഇന്ത്യ ടുഡേ നടത്തിയ ഹാപ്പിനെസ് ഇൻഡെക്സ് സർവേയിൽ 1-ാം സ്ഥാനം. ഇങ്ങനെ അനേകം നേട്ടങ്ങളാണ് നമ്മുടെ നാട് കേരളം ഈ ഘട്ടത്തിൽ സ്വന്തമാക്കിയത്. രാജ്യത്തെ ആദ്യ സൂപ്പർ ഫാബ് ലാബ്, രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സർവകലാശാല, രാജ്യത്തെ ആദ്യ ഗ്രഫീൻ സെൻറ്റർ, രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക്, രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ, ഇതെല്ലാം നമ്മുടെ കേരളം കഴിഞ്ഞ 9 വർഷങ്ങൾക്കുള്ളിൽ കൈവരിച്ച നേട്ടങ്ങളാണ്. സമ്പൂർണ്ണ ഭവന വൈദ്യുതീകരണം നടത്തിയ, ഇൻ്റർനെറ്റ് സൗകര്യം ജനങ്ങളുടെ അവകാശമായി പ്രഖ്യാപിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനവും നമ്മുടേത് തന്നെയാണ്. ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഡിജിറ്റൽ പ്ലാറ്റിനം ഐക്കൺ അവാർഡ്, മികച്ച കോവിഡ് വാക്സിനേഷൻ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ടുഡേയുടെ ഹെൽത്ത് ഗിരി അവാർഡ്, ന്യൂയോർക്ക് ടൈംസിൻ്റെ 2023 പട്ടികയിൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട 52 ടൂറിസം ഡെസ്റ്റിനേഷൻ കേരളം, മികച്ച വാർദ്ധക്യ പരിചരണത്തിന് 2021 വയോശ്രേഷ്ഠതാ സമ്മാനം, ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് പ്രകാരം അഫോർഡബിൾ ടാലൻറ്റിൽ ഏഷ്യയിൽ 1-ാം സ്ഥാനം, അഴിമതിരഹിത സേവന മികവിന് ഇന്ത്യ സ്മാർട്ട് പോലീസിംഗ് സർവേ 2021 കേരള പോലീസിന് അംഗീകാരം. ഇങ്ങനെ എണ്ണമറ്റ പുരസ്കാരങ്ങളാണ് നമ്മുടെ കേരളത്തെ തേടിയെത്തിയത്. സാമ്പത്തിക പുരോഗതിയും സാമൂഹ്യനീതിയും ഉറപ്പുവരുത്തി വികസിത രാജ്യങ്ങൾക്ക് സമാനമായ നിലയിലേക്ക് കേരളത്തെ ഉയർത്തുക എന്ന ലക്ഷ്യമാണ് സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത്. സുസ്ഥിരവും സമത്വപൂർണവുമായ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് നാം മുന്നേറുകയാണ്. ആ നവകേരളം യാഥാർത്ഥ്യമാക്കാൻ കേരള ജനതയാകെ സർക്കാരിനൊപ്പമുണ്ട്. അടിയുറച്ച പിന്തുണയാണ് ജനങ്ങൾ ഓരോ ഘട്ടത്തിലും സർക്കാരിന് നൽകി വരുന്നത്. പ്രതിസന്ധികളിൽ കരുത്തായും ഉപദേശ നിർദ്ദേശങ്ങൾ പകർന്നും അവർ കൂടെയുണ്ട്. അത് നൽകുന്ന കരുത്താണ് ഈ നേട്ടങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് പ്രചോദനവും ഊർജവും പകർന്നത്. നാടിനെ വിഭജിക്കുന്ന ശക്തികളെ ഒറ്റക്കെട്ടായി ചെറുത്ത് നവകേരളത്തിനായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഈ 4-ാം വാർഷികാഘോഷങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് സഹായകമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. കേരളത്തിന് ആവശ്യമായതെന്തോ, കേരള ജനത ആഗ്രഹിക്കുന്നതെന്തോ അത് മികച്ച രീതിയിൽ തുടരാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന മുഹൂർത്തം. ഈ കൂട്ടായ്മയും ഈ ആത്മസമർപ്പണവും ഈ മുന്നേറ്റവും കൂടുതൽ കരുത്തോടെ തുടരാം എന്നാണ് ഈ സന്ദർഭത്തിൽ ആവർത്തിച്ച് പറയാറുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി പറയാനുള്ളത്. ദേശീയപാത വികസനം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിർഭാഗ്യകരമായ ചില സംഭവങ്ങളുണ്ടായി എന്നത് ശരിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിശദമായി ദേശീയപാതയുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു പോവുക. ഇതിൽ ഒരു കാര്യം കാണേണ്ടത്, നമ്മുടെ ഭൂപ്രകൃതിക്കനുസരിച്ചുള്ള സൗകര്യങ്ങൾ, അതിനുള്ള പ്രതിരോധ നടപടികൾ സ്വാഭാവികമായും സ്വീകരിക്കേണ്ടതായിരുന്നു. അതിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ അതും ദേശീയപാത അതോറിറ്റിയായിട്ട് കൂടുതൽ ചർച്ചകൾ നടത്താൻ പോവുകയാണ്. ഗവൺമെൻറ് അതിൻ്റെ മറ്റ് ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നിട്ടുള്ള വർക്ക് മറ്റ് വീഴ്ചകളില്ലാതെ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നതാണ്. ഞങ്ങൾ സാധാരണ പറയുന്ന കാര്യങ്ങളെല്ലാം നടപ്പാക്കാറാണ് ശീലം. പക്ഷെ ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല.
അതേതായാലും നടപ്പാക്കാനുള്ളൊരു പദ്ധതി തന്നെയാണ്. ഇല്ല, അത് അവരുടെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണല്ലോ. ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ എടുത്താൽ കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ സഹായകമായ നിലപാടല്ല പ്രതിപക്ഷം പൊതുവെ സ്വീകരിച്ചിരുന്നത്. നേരത്തെ പറഞ്ഞ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന, അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയായിരുന്നു വേണ്ടത്. ആ ഘട്ടത്തിലൊന്നും അതിനവർ തയ്യാറായില്ല എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. ഒന്നിച്ച് അത്തരം പ്രതിഷേധങ്ങൾ ഉയർത്തുന്നതിന് തയ്യാറായില്ല. സമാന്തരമായി പ്രതിപക്ഷം അത്തരം നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. 2016 മുതൽ 2021 വരെയുള്ള ആ കാലയളവിൽ സംഭവിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെയുള്ള കാലഘട്ടത്തിൽ ലോക്സഭയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉയർത്തുന്ന കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിനെതിരായുള്ള നിലപാട് സ്വീകരിക്കുന്ന നിലയായിരുന്നു UDF പൊതുവിലെടുത്തിരുന്നത്. ഇപ്പം ചെറിയൊരു മാറ്റം അതിന് വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദുരന്തഘട്ടത്തിലൊക്കെ ഒന്നിച്ച് നിൽക്കാനും ശബ്ദമുയർത്താനും ഒക്കെ തയ്യാറായി എന്ന കാണാതെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ വലിയ ദുരന്തഘട്ടത്തിൽ കേരളത്തിനെതിരെയുള്ള നിലപാട് സ്വീകരിക്കുന്ന നില സ്വീകരിച്ചു. മാത്രമല്ല, കേരളത്തെ സഹായിക്കാത്തതിനെതിരെ കേരളം വലിയ തോതിൽ ശബ്ദിക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രവർത്തനവും നടത്താൻ പ്രതിപക്ഷം തയ്യാറായില്ല. ആ ഘട്ടത്തിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്ന സമീപനമായിരുന്നു എടുത്തത്. അത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിലുള്ള കാലയളവ് പ്രത്യേകം ശ്രദ്ധിച്ചാൽ കാണാൻ നമുക്ക് കഴിയും. അങ്ങനെയൊരു നിലപാടാണ് എടുക്കുന്നത്. അപ്പോൾ രണ്ടു കൂട്ടരും ചേർന്നുകൊണ്ട് LDFനെയും LDF സർക്കാരിനെയും ആക്രമിക്കുന്നൊരു നില എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ആ ഘട്ടത്തിൽ എത്തിച്ചേർന്നത്. അതിൻ്റെയൊക്കെ സ്വാഭാവിക പരിണാമങ്ങൾ ഓരോ പാർട്ടിക്കും സംഭവിക്കുമെന്ന് കണ്ടാൽ മതി. നമ്മൾ അത്രയും അതിനെപ്പറ്റി കാണേണ്ടത്. ഇപ്പൊ നമുക്ക് തെരഞ്ഞെടുപ്പൊന്നും നമ്മുടെ മുന്നിലില്ലാതെ, ഇപ്പൊ ഈ വർഷം നമുക്ക് നല്ല നിലക്ക് വർക്ക് ചെയ്തു പോകാം. ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇനിയും ചില കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. കഴിഞ്ഞ LDF മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ ചില കാര്യങ്ങൾ ഇനിയും പൂർത്തിയാക്കാനുണ്ടാവും. ഈ 4ാം വർഷത്തിൽ അതിനാണ് ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത്. അതേതൊക്കെയാണ് ഇനി ബാക്കിയുള്ളത്? ആ ബാക്കിയുള്ള കാര്യങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പം നടക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആലോചിക്കാം. ഇപ്പോഴേ ആലോചിച്ച് വെക്കണ്ട. അതിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ആ പോലീസ് സ്റ്റേഷനിൽ അവരെ പാർപ്പിച്ചു എന്നുള്ളത്, അവരോട് മോശമായി പെരുമാറി എന്നുള്ളത്. അത് സാധാരണ നിലക്ക് പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതിനകത്താണ് നടപടി ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് സംഭവിക്കുന്നത് തന്നെ ഇവർ അതുമായി ബന്ധപ്പെട്ട് ഓഫീസിൽ വന്ന് പരാതി പറഞ്ഞിരുന്നു. ആ പരാതി പറഞ്ഞപ്പോൾ തന്നെ ആ പ്രശ്നത്തിൽ ഇടപെടാമെന്നും എന്താണ് ഉണ്ടായതെന്ന് പരിശോധിക്കാമെന്നും പറഞ്ഞിരുന്നു. പരിശോധനയ്ക്കുള്ള സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ. സമയം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അവർ വന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ അതിൻ്റെ പരിശോധനകൾ കഴിഞ്ഞു, അതിൻ്റെ മേലെയുള്ള നടപടിയും വന്നു. എന്നാൽ അവർക്കുണ്ടായിരുന്ന മറ്റൊരാവശ്യം ഞാൻ മനസ്സിലാക്കുന്നത് ആ കേസിൽ ഇടപെടണമെന്നായിരുന്നു. കേസിൽ അങ്ങനെ ഓഫീസിൽ ഇടപെടാൻ പറ്റില്ല. കേസ് സാധാരണഗതിയിൽ പോലീസ് അന്വേഷിക്കുകയും അതിൻ്റെ നടപടികൾ തുടരുകയാണല്ലോ വേണ്ടത്. അതാണ് അവരോട് പറഞ്ഞതും അവരെ ബോധ്യപ്പെടുത്തിയത്. അതേസമയം അവരോട് സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാട് സ്വീകരിച്ച പോലീസ് നടപടിയെ ഗൗരവമായി കണ്ട് അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ പോലീസിന് നൽകി പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ തെറ്റാണ് സംഭവിച്ചതെന്ന് കണ്ടുകൊണ്ട് നടപടിയും വന്നു. അതാണ് സംഭവിച്ചത്. അല്ല, ഞാനെന്താ കാണുന്നത്? നിങ്ങളല്ലേ കാണുന്നത്. നിങ്ങൾക്കെതിരെയല്ലേ വലിയ ആരോപണം വന്നിട്ടുള്ളത്. നിങ്ങളാണല്ലോ അതിനെപ്പറ്റി കാണേണ്ടത്. നിങ്ങളതിന് പ്രതികരിച്ചതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ
ഏതെല്ലാം തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. ഇത് സ്വയം ആള് പരിഹാസ്യനാകാൻ തീരുമാനിച്ചാൽ പിന്നെ അതിന് മറ്റൊരാൾക്കും അദ്ദേഹത്തെ രക്ഷിക്കാനാവില്ല. സ്വയം തന്നെ ഇങ്ങനെ ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്ന നില വരുമ്പോൾ എല്ലാവരും അതൊരു പരിഹാസത്തോടെ കാണുന്ന നിലയാണ് ഉണ്ടാവുക. ഇപ്പൊ തൽക്കാലം ഒരു ഇടപെടലുണ്ടാവില്ല. ഒരസഹിഷ്ണുതയില്ല. സമരത്തിന്റെ വഴിക്ക് നടക്കട്ടെ. നമ്മൾക്കായിട്ട് ഇപ്പോൾ ഒത്തുതീർപ്പിന് ഒന്നും ശ്രമിക്കാൻ കഴിയില്ല. ശ്രമിച്ചതിന് ഫലമുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേറെ ശ്രമമൊന്നും ഉണ്ടാവില്ല. ആ അസാധ്യം നമ്മൾ വിചാരിച്ചാൽ മാത്രം തീർക്കാൻ കഴിയുന്ന കാര്യമല്ല. അതിനകത്തുള്ളൊരു പ്രശ്നം റെയിൽവേ ലൈനാകുമ്പോൾ കേന്ദ്രത്തിൻ്റെ അനുമതി വേണം. കേന്ദ്ര അനുമതിയോടെ മാത്രമേ അത് നടപ്പാക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ, ഇത്തരമൊരു പദ്ധതി വന്നാൽ അതിന് സാധാരണഗതിയിൽ ആരും എതിരായിരിക്കില്ല. പിന്നെ ഇന്ത്യ ഗവൺമെൻറ്റും ഇത്തരം പദ്ധതികളിലൂടെ രാജ്യം പുരോഗമിക്കേണ്ട കാര്യങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരും ഇതിനെ എതിർക്കേണ്ട കാര്യം സാധാരണഗതിയിൽ വരുന്നില്ല. അങ്ങനെയാണ് ഉത്തമ വിശ്വാസത്തോടെ ആ പദ്ധതി മുന്നോട്ട് വെച്ചത്. പക്ഷെ പദ്ധതി മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ അത്യന്തം നിർഭാഗ്യകരമായ അവസ്ഥയാണ് ഉണ്ടായത്. ആ പദ്ധതിക്ക് അംഗീകാരം നൽകില്ല എന്ന നിലപാടെടുത്തു. അതിനിടയാക്കിയത് ഇവിടെയുള്ള ചില ആളുകൾ ഇപ്പോൾ ഇത് വേണ്ട എന്നുള്ള നിലപാടെടുത്തു. ഈ പദ്ധതി ആകെ വേണ്ട എന്നല്ല, നമ്മുടെ നാട്ടിൽ റെയിൽവേ വികസനേ പാടില്ല എന്നുള്ളതല്ല, ഇപ്പോൾ വേണ്ട, ഇതായിരുന്നു അവരുടെ താല്പര്യം. ഏതായാലും അതിന് വഴങ്ങില്ല എന്നാണ് ഞങ്ങൾ കണക്കാക്കിയത്. കാരണം ഇതൊക്കെ രാജ്യത്തിൻ്റെ വികസനത്തിൽപ്പെട്ടതാണല്ലോ. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ സംസ്ഥാനം. ആ സംസ്ഥാനത്തൊരു വികസനം വരുമ്പോൾ അത് രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ വരിക. അതിൻ്റെ കൂടെ കേന്ദ്ര ഗവൺമെൻറ് നിൽക്കുമല്ലോ എന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ ഈ പറഞ്ഞ വികസന വിരുദ്ധരുടെ കാഴ്ചപ്പാടിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് തീർത്തും രാഷ്ട്രീയമായിരുന്നു. വേണ്ട എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിനോടൊപ്പം അവർ നിന്നു. അവിടെ നിൽക്കട്ടെ തൽക്കാലം നമ്മൾ നിശ്ചയിച്ചു. കുറേ ശ്രമങ്ങൾ നടത്തി ഒന്നും ഫലപ്രദമാകുന്നില്ല എന്ന് കണ്ടപ്പോൾ വെറുതെ അതിനുവേണ്ടി സമയം കളയണ്ടായിരുന്നു. അവിടെ തൽക്കാലം അവിടെ നിർത്തിവെച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ബഹുമാനായ ഇ ശ്രീധരൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഇതേ പദ്ധതി തന്നെ അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടിൽ ഇങ്ങനെ നടപ്പാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിർദ്ദേശം വന്നു. ആ നിർദ്ദേശത്തോട് നേരത്തെ ഉള്ളതിൽ ചില വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഞങ്ങൾക്ക് അതിനോട് വലിയ വിയോജിപ്പുണ്ടായില്ല. ഇതിൻ്റെ സമീപനം എന്താണെന്ന് അറിയണമല്ലോ. വെറുതെ അതുമായിട്ട് പുറപ്പെട്ടിട്ട് കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരം തരുന്നില്ലെങ്കിൽ പുറപ്പെട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആ പദ്ധതിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണം എന്നത് കേന്ദ്ര ഗവൺമെൻറ് അടുത്ത് അറിയിച്ചു. ഞാൻ നേരിട്ട് പോയി സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷേ റെയിൽവേ മന്ത്രിയുമായിട്ട് തന്നെ ഞാൻ സംസാരിച്ചു. നമ്മുടെ ഡൽഹിയിലുള്ള നമ്മുടെ പ്രതിനിധി കെ വി തോമസിനോട് അദ്ദേഹത്തെ കാണാനും ഈ ശ്രീധരൻ്റെ പ്രപ്പോസൽ കൊടുക്കാനും പറഞ്ഞു. അങ്ങനെ അത് കൊടുത്തു. ശബ്ദമേ ഇല്ല അതിനെപ്പറ്റി. അപ്പം അതല്ല, നമ്മൾ വിചാരിച്ചാൽ മാത്രം നടപ്പാക്കാൻ കഴിയുന്നില്ല. കേന്ദ്രത്തിൻ്റെ അനുമതിയില്ലാതെ റെയിൽവേ എന്ന രംഗത്ത് അപ്പോൾ അതവിടെ കിടക്കുകയാണ്. ഇത് എല്ലാ കാലത്തും ഇങ്ങനെ നിൽക്കുമെന്നൊന്നും ആരും കാണുന്നതില്ല. ഏതായാലും നമ്മുടെ നാടിൻ്റെ റെയിൽവേ വികസനം യാഥാർത്ഥ്യമാകാതിരിക്കാൻ കഴിയില്ല. ഇന്നല്ല നാളെ ആവുമെന്ന് മാത്രം. അത്രയും നമ്മൾ കാണേണ്ടത്. അല്ല, ഇവിടെ പറഞ്ഞതല്ലേ ഇവർ നടപ്പാക്കിയതാണ്. ഇതായത് വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതൊക്കെ ആരുടെ പദ്ധതിയാണ്? ഇത് ഗൗരവമുള്ള കാര്യമാണ്. ആ ഗൗരവമുള്ള കാര്യം ഞാൻ കാണുന്നത് ഇ ഡിയെ സംബന്ധിച്ച് നേരത്തെ തന്നെ ചില പരാതികളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പലതരത്തിലുള്ള പരാതികൾ. അതിൽ സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ചടക്കമുള്ള വർത്തമാനങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു തെളിവോടുകൂടി ആരും വന്നിരുന്നില്ല.
എന്നാൽ മറ്റു തരത്തിലുള്ള ഒട്ടേറെ ഇടപെടലുകൾ ഇ ഡിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ കയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യതയെ നല്ല രീതിയിൽ ബാധിക്കുന്നൊരു കാര്യമായിട്ടാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പോൾ അത്തരമൊരു പരാതി വന്നപ്പോൾ ഒരു ബഹുമാനായ ബിഷപ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലുണ്ടായ കാര്യം പരസ്യമായി പറഞ്ഞിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഇതിൽ പ്രധാനമന്ത്രി ഇടപെടേണ്ടതായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് ഈ വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള പുനഃസംഘാടനത്തിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായി കാണണം. അതിൻ്റെ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുന്നതിന് പ്രധാനമന്ത്രി തന്നെ ഇടപെടണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആർക്കും നിയമം കയ്യിലെടുക്കാനുള്ള അവകാശമില്ല. അത് നിയമത്തിൻ്റെതായ വഴിക്ക് പോകണം. അതാണ് സാധാരണഗതിയിലുള്ള ഒരു മാർഗം. അങ്ങനെ കാണേണ്ടതായിട്ടില്ല. ഈ വൈദ്യുതി എന്ന് പറയുന്നത് നമുക്ക് നല്ല വെളിച്ചമൊക്കെ നൽകുന്ന വളരെ നല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിനകത്ത് ചില കാര്യങ്ങൾ അപകടകരമായി വന്നാൽ അതൊരു തീയായിട്ട് മാറുമല്ലോ. അത് ശ്രദ്ധയിൽപ്പെടാതിരുന്നാൽ അത് ഇപ്പോൾ കോഴിക്കോട് സംഭവിച്ചതുപോലെ ആളിക്കത്തുന്ന അവസ്ഥയിലേക്ക് മാറുമല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരാതിരിക്കുന്നതിനാണ് ഗൗരവമായിട്ടുള്ള ഇടപെടലുകൾ പലതരങ്ങളിൽ നടക്കുന്നത്. ഇവിടെ കാണേണ്ടത് നമ്മുടെ കെട്ടിടങ്ങളിൽ പല തരം കെട്ടിടങ്ങളുണ്ട്. പുതിയ കെട്ടിടങ്ങൾക്ക് കൃത്യമായ ഫയർ ഓഡിറ്റും മറ്റു കാര്യങ്ങളും ബാധകം. പഴയ കെട്ടിടങ്ങൾക്ക് അത്രത്തോളം ഫയർ ഓഡിറ്റ് ഉണ്ടായിട്ടില്ല. ഈ പഴയ കെട്ടിടങ്ങളുടെ കാര്യത്തിലും നല്ല പരിശോധനകൾ ആവശ്യമാണ് എന്നുള്ളതാണ് ചില അനുഭവങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവത്തിൽ നിന്ന് അത് ആവർത്തിക്കാതിരിക്കാനുള്ള മറ്റ് കരുതലുകൾ നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അതിനുള്ള നടപടികൾ ഫലപ്രദമായി സ്വീകരിച്ചു വരുന്നുണ്ട്. കോഴിക്കോട് ആശുപത്രിയിലുണ്ടായ കാര്യം അത് കൃത്യമായി പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. കോഴിക്കോട്ടെ ഇപ്പം കട തീപിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കലക്ടറിൽ നിന്ന് റിപ്പോർട്ട് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ അടുത്ത ദിവസം തന്നെ കലക്ടർ റിപ്പോർട്ട് നൽകുന്നതാണ് കാണുന്നത്. അതൊക്കെ ബന്ധപ്പെട്ട് ഫലപ്രദമായ നടപടികൾ നമുക്ക് സ്വീകരിക്കാമെന്നാണ് അതേക്കുറിച്ച് പറയാൻ. നാല് വർഷത്തിന് ശേഷമുള്ള കെട്ടിടാണെന്ന് തോന്നുന്നില്ലത്. അത് ശരി. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം നിങ്ങൾ പറഞ്ഞത് കൂടി ചേർത്തുകൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുമെന്നോ? അതാണ് അത് ശരിയായ ഒരു വിധിയാണല്ലോ. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയേണ്ടതില്ല. എന്തൊക്കെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ കാണിച്ചതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഏതിനും നേതമായ ചില മാനദണ്ഡങ്ങളുണ്ടല്ലോ. ആ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിച്ചതിനാണ് ഇപ്പോൾ അവസാന തീരുമാനം വീണ്ടും ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. അത് നേരത്തെ സ്വീകരിച്ച തെറ്റായ നടപടികൾക്ക് നേരെയുള്ള ജുഡീഷ്യറിയുടെ ശക്തമായ ഇടപെടലാണ്. അതൊരു മാതൃകയായി അംഗീകരിച്ച് ഇനി അങ്ങോട്ട് പോകണമെന്നാണ് കാണേണ്ടത്. നമുക്കിനി ദീർഘിപ്പിക്കണ്ട, സമയം ഏകദേശം ആയി കഴിഞ്ഞിരിക്കുന്നു.
ഇതോടെ നമുക്ക് അവസാനിപ്പിക്കുക. ഇതിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച നല്ലതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വന്യമൃഗങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനം നമ്മുടെ നാട്ടിൽ ജനങ്ങളുടെ ജനസംഖ്യാ നിയന്ത്രണം നല്ലതുപോലെ വന്നിട്ടുണ്ട്. പക്ഷേ വന്യമൃഗങ്ങൾ ഇഷ്ടം പോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നിയന്ത്രണത്തിന് ആവശ്യമായ ചില കാര്യങ്ങൾ കൂടി പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ഒരഭിപ്രായമല്ല, ലോകത്താകെ നടക്കുന്നത് ഒരു ഭാഗത്തെ കുറക്കുന്നതിന് വേണ്ടിയുള്ള നായാട്ടും മറ്റുമാണ്. അത്തരം നടപടികൾ നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിരിക്കുന്നു. ഇതിനെ തൊടാൻ പാടില്ല എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ നീക്കുന്നത്. അത് മാറണം എന്നാണ് സംസ്ഥാനത്തിൻ്റെ അഭിപ്രായം. സംസ്ഥാന സർക്കാർ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം നയം തിരുത്തേണ്ടതാണ്. പക്ഷേ കേന്ദ്ര നിയമം അതിനെതിരാണ്. ആ നിയമത്തിൽ മാറ്റം വരണം എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. നമുക്ക് ഇന്ന് വാർഷിക ദിനമായതുകൊണ്ട് ഒരു കേക്ക് മുറിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. മറ്റേ പത്രസമ്മേളനം ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങളുടെ മൈക്ക് എടുത്താൽ ഇവിടെ കേക്ക് വെക്കാം. മെല്ലെ മൈക്ക് Marman.